ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ ലൈഫിൽ ഈ ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ. എന്താണ് സെൽഫ് ഡിസിപ്ലിൻ? നമ്മളെല്ലാ കാര്യത്തിനും ഒരുപാട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഉയർച്ചകൾക്ക്, നമ്മൾ ഉദ്ദേശിച്ച ഗോൾ സെറ്റിംഗ്, എന്തിനും അതിന്റെ ക്ലാരിറ്റിക്കും എന്തിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന നിത്യജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു ഘടകമാണ്, ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ. അല്ലെ? സെൽഫായിട്ടുള്ള ഒരു അച്ചടക്കം. നമ്മൾ ആ ഒരു ടെൻഡൻസി, ആ ഒരു ഇത് എപ്പോഴും നമ്മൾ ആ ഒരു പോസിറ്റീവായിട്ട് നിലനിർത്താൻ കഴിയണം. സെൽഫ് നമുക്ക് എപ്പോഴും നമ്മൾ പറയാൻ ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റും. പലരും നമ്മൾ പറയും സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആളാണ് ഞാൻ. അല്ലെ? നമ്മൾ പലരും ആധികാരികത നമ്മൾ മനസ്സിൽ വരാറുണ്ട് ചിന്ത, അല്ലെ? നമുക്കൊക്കെ വരും. നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ഒരാളാണ്. എന്നാൽ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആളാണോ, നമ്മളൊരു വ്യക്തിയാണോ, അങ്ങനെയുള്ള ഡിസിപ്ലിൻ ഉള്ള ഒരു വ്യക്തിയാണോ എന്നുള്ളത്. അപ്പോ എന്താണ് സെൽഫ് ഡിസിപ്ലിൻ ഉദ്ദേശിക്കുന്നത്? നമ്മളെ ഇമോഷൻസിനെ, ഡിസിപ്ലിൻ വരുന്ന കാര്യം എന്ന് പറയാം, നമ്മളെ ഇമോഷൻസിനെ, വൈകാരികങ്ങൾ, നമ്മളെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമ്മളുടെ വീക്ക്നെസ്സിനെ, എല്ലാ വീക്ക്നെസ്സിനെയും മറികടക്കാൻ കഴിയുന്ന ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അത്രയും ഇമോഷൻസിനെ നമ്മൾ നിയന്ത്രിക്കാനും അതുപോലെ വീക്ക്നെസ്സിനെ മറികടക്കാൻ ഉള്ള ഒരു കഴിവിനെയാണ്, നമുക്കുള്ള ഒരു കഴിവിനെയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഡിസിപ്ലിന് നമ്മുടെ ലൈഫിൽ എപ്പോഴും എനി ടൈമിൽ നമുക്ക് വേണ്ട ഒരു സംഗതിയാണ്. എനി ടൈമിൽ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാതെ നമ്മുടെ ജീവിതം എന്നൊരു മന്ദഗതിയായിരിക്കും. ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ഒന്നിനൊന്നിനും ഒരു മൂഡ് ഉണ്ടാവില്ല, ഹാപ്പിനെസ് ഉണ്ടാവില്ല. ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ കാര്യം നമുക്ക് മുഴുവിക്കാൻ കഴിയില്ല, അല്ലെ? ആ കാര്യത്തിന് നമുക്ക് പകുതി വെച്ചിട്ട് ഒരു കാര്യത്തിന് ഇറങ്ങി പകുതി വെച്ചിട്ട് ആ കാര്യം പൂർത്തിയാക്കാതെ തോന്നും. ഇത് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തതിന്റെ ഭാഗമാണ്. അതുപോലെ നമുക്കൊക്കെ ഗോൾസുകൾ, വലിയ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാവും, ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും നമുക്കൊക്കെ. ആ ലക്ഷ്യങ്ങൾ നമ്മളിലേക്ക് എത്താനും ആ ലക്ഷ്യങ്ങൾ നമ്മൾക്ക് നേടാനും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാനും നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ആ ആഗ്രഹത്തിലേക്ക് നമ്മൾ കടന്ന് അതിൻ്റെതായ രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് മടി കൂടാതെ അതിന് ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്ന രീതിയാണ്. അപ്പോ അങ്ങനെ നമ്മൾ എത്ര കഠിനാധ്വാനത്തിലായാലും, അത് സ്മാർട്ട് വർക്ക് ആയാലും ശരി, ഹാർഡ് വർക്ക് ആയാലും ശരി, ആ ഒരു പ്രവർത്തനത്തിന് നമ്മൾ ഒന്നും നോക്കാതെ, ആരുടെ ഒരു വാക്കുകളും കേൾക്കാതെ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് എത്താനുള്ള നിരന്തര പ്രവർത്തനം, അതിന് വേണ്ട സ്റ്റെപ്പായിട്ട് നടപടികൾ നമ്മൾ സ്വീകരിക്കുക. ഓരോ ദിവസം എന്താണ് ആ ഒരു ഗോളിലേക്ക് ചെയ്യേണ്ടത്, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആളാണ്. അല്ലെങ്കിൽ നമ്മൾ ഇല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. നമ്മൾ എന്തിനൊരു മടി പിടിച്ച ഒരു അന്തരീക്ഷം, നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യും, നമുക്കൊക്കെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ഗോളിലേക്ക് എത്താൻ, നമ്മൾ എന്തിനെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് എത്താൻ അതിന് വേണ്ട ആ ഇരുണ്ട വഴികളിലൂടെ സഞ്ചരിച്ച് അധ്വാനിച്ച്, ഞാൻ പറയല്ലേ, അത്രത്തോളം സ്ട്രഗിളായി അതിന്റെ സുഖം അനുഭവിച്ച്, അതിന്റെ ആ വേദനയുടെ സുഖം അനുഭവിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരു വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമാണ്. സ്ട്രഗിൾ ചെയ്തിട്ട് നമുക്കൊന്നും അത്രയും ഇതില്ലാതെ നമുക്ക് ഒരിക്കലും എത്താൻ കഴിയില്ല. നമ്മളിങ്ങനെ ചിന്തിച്ചിരുന്നത് കൊണ്ടോ നമ്മളൊരു ലക്ഷ്യം നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല, അല്ലെ? ഏതൊരു കാര്യമാണ് ശരി, നമ്മളിപ്പോ ദിനം പ്രതി നമ്മൾ ചെയ്യുന്ന ഹാബിറ്റ്സുകൾ, അല്ലെ, അത് കറക്റ്റായിട്ട് കൊണ്ട് നടക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ കഴിവുകളും, അപ്പൊ നമ്മൾ എല്ലാ അച്ചീവ്മെന്റ്സും എന്തിന്റെയും ഒരു ബേസാണ്. പല റൂൾസുകൾ കൊണ്ടും പല വഴികൾ കൊണ്ടും അച്ചീവ്മെന്റ്സ് ഒക്കെ ഉണ്ടാവും, പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ബേസാണ്, എല്ലാ റൂൾസുകളിലും എല്ലാ ഇതിലും ഒരു ബേസാണ് നമ്മളെ ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ. എല്ലാത്തിൻ്റെ ഒരു ബേസാണ്. ആ ഒരു ഡിസിപ്ലിന്റെ ഭാഗമായി മാറണം നമ്മൾ എല്ലാവരും. സെൽഫ് ഡിസിപ്ലിൻ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്.
ഉണ്ട്, ഞാൻ ഡിസിപ്ലിൻ ആണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടായില്ല. അപ്പൊ നമ്മളിലേക്ക് നോക്കുക. ഡിസിപ്ലിൻ ഉള്ളിൽ നമ്മളുള്ള ആളാണോ എന്ന് നമ്മൾ ശരിക്കും നമ്മളെ ഉള്ളിലേക്ക് നോക്കി അറിയാം. നമ്മൾ എന്ന വ്യക്തി ആരാണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും പറയാണ്ട് നമ്മൾ ഉള്ളിലുള്ള ആള് അല്ലെ, ആ ഒരു സോളിന്റെ പവർ എന്താണ്, നമ്മൾ ചെയ്യുന്നത് എന്താണ്. നമ്മളൊന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മളിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കുക. 5-10 മിനിറ്റ് നോക്കുക നമ്മളിലേക്ക്. നമ്മൾ എന്താണ്, നമ്മളെന്ന വ്യക്തി എന്താണ്. എൻ്റെ ദിനംപ്രതി ജീവിതത്തിൽ എൻ്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്തു, അതിനുവേണ്ടി എന്തൊക്കെ പ്രവർത്തനം ചെയ്തു, അതിന്റെ രീതിയിൽ എങ്ങനെയൊക്കെ സ്റ്റെപ്പായിട്ട് നീങ്ങി, അതിന്റെ ഇടയിൽ മടി വന്നോ എന്നൊക്കെ നമ്മൾ നോക്കുക. അപ്പൊ അതിൽ ചെയ്യുമ്പോൾ നമ്മൾ അത് പിന്നെ ചെയ്താൽ മതി, നാളെ ചെയ്താൽ മതി, ഇന്ന് ചെയ്യണ്ട എന്ന ഒരു മൈൻഡ് നമ്മളിലേക്ക് വരികയാണ്. ഒരു നെഗറ്റീവ് ഡിസിഷൻ അല്ലെ നമ്മളിലേക്ക് വരികയാണ്. നാളെ ചെയ്താൽ മതി, അലസ്യം വരുമ്പോഴാണ് അവിടെ ഹലോ ഷാനവാസ് ഭായി, ഞാൻ എല്ലാരും മ്യൂട്ട് ചെയ്യുന്നു. എല്ലാരും മ്യൂട്ട് ചെയ്യും. വൈദ മാഡം പ്ലീസ്. ഷാനവാസ് ഭായി അൺമ്യൂട്ട് ചെയ്തോ. യെസ്. അപ്പൊ ഇതിനെ പറ്റിയിട്ട് നമ്മളെ ഈ സെൽഫ് ഡിസിപ്ലിനെ പറ്റിയിട്ട് എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് യു വാണ്ട് നൗ, വാട്ട് യു വാണ്ട് മോസ്റ്റ് അല്ലെ. അപ്പോ എബ്രഹാം ലിങ്കന്റെ ആ വാക്കുകൾ, അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഇമോഷണൽ ഇൻസെന്റീവ് ആയിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കണ്ടാവും. ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും ചെയ്തു തീർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്, അറിയാം. എന്നിരുന്നാലും ആ കാര്യങ്ങളിലേക്ക് എത്താൻ അല്ലെ, ആ കാര്യങ്ങളിലേക്ക് എത്താനുള്ള ഒരു ഇതാണ് പ്രവണത. അത് എങ്ങനെയാണ് അതിലെ ആ കാര്യങ്ങൾ നമുക്ക് അറിയാം. ലോങ് ടേമിലേക്ക് എത്താൻ ഇതിൽ നിന്ന് നമ്മൾ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വഴിയാണ്, ഏത് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഷോർട്ട് ടേമിലേക്ക് എത്തുന്ന രീതി, നമുക്ക് അതിലേക്കുള്ള വഴികൾ എന്താണ്. അതുപോലെ ലോങ് ടേമിലേക്ക് എത്തുന്ന രീതി, ആ ഒരു സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകുന്ന. അപ്പൊ അതാണ് നമ്മൾ ഏതൊരു ലക്ഷ്യങ്ങളായാലും ആ ലക്ഷ്യങ്ങളിലേക്ക് എത്താവുന്ന നടപടികൾ നമ്മൾ വളരെ അതിൻ്റെതായ രീതിയിൽ വ്യഗ്രതയുള്ള ഒരു ഞാൻ പറഞ്ഞില്ലേ സ്മാർട്ടായിട്ട് അതിനു വേണ്ടി എന്തൊക്കെയാ നമ്മൾ ചെയ്യേണ്ടത് ആ ചെയ്യുന്ന ഒരു സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്ന മെയിൻ ആയിട്ട് നമുക്ക് ഉയരങ്ങളിലേക്ക് എത്താനും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, മാനിഫെസ്റ്റേഷൻ എന്തിലേക്കാണ് നമ്മൾ ഇപ്പൊ നമ്മളൊക്കെ പലപ്പോഴും ഇത് പറയാറുണ്ട്. ഞാൻ എനിക്ക് ഇതാവണം, എനിക്ക് വലിയൊരു ഡോക്ടർ ആവാനാണ് വലിയ ആഗ്രഹം, അല്ലെങ്കിൽ വലിയൊരു ബിസിനസ്സുകാരനാണ്, വലിയൊരു സമ്പന്നനാവാനാണ് ആഗ്രഹം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പോ ആ ആഗ്രഹങ്ങൾ നമ്മളെപ്പോഴും അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളൊരു ക്ലാരിറ്റി ആ ഒരു ഇതിൽ നമുക്ക് ക്ലാരിറ്റി ഇല്ല. നമ്മൾ ഗോൾസുകളൊക്കെ ഉണ്ട്, നമ്മളെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ലക്ഷ്യങ്ങളിൽ നമ്മളൊരു സ്പെസിഫിക് ആയിട്ട് ആ ലക്ഷ്യങ്ങളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളൊന്നും അറിയില്ല. നമുക്ക് ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങൾക്ക് നമുക്ക് സാധിക്കണം, അത് നമ്മളെ കയ്യിലേക്ക് എത്തണം. ആ കയ്യിലേക്ക് നമ്മൾ ആഗ്രഹിച്ച സംഗതി എൻ്റെ കയ്യിലേക്ക് വരണം, എനിക്ക് ആ ഒരു പൊസിഷനിലേക്ക് എത്തണം. ആ പൊസിഷനിലേക്ക് എത്താൻ എന്തൊക്കെ മാർഗങ്ങൾ, അതിനെന്തെല്ലാം വഴികൾ, ഏതെല്ലാം വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കണം, ഡേ ബൈ ഡേ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് അതിന് മാത്രം നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അല്ലെ. നമ്മൾ മൈൻഡ് സെറ്റ് ചെയ്തിട്ട് ഒരു പോസിറ്റീവായിട്ട് ഒരു കാര്യങ്ങളിലേക്ക് എത്താൻ, ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ഒരു സംഗതി നേടണം, എനിക്ക് ഇന്ന ആഗ്രഹമുണ്ട് അല്ല, ആഗ്രഹം മാത്രം എനിക്കത് സാധിച്ചിരിക്കണം എന്നൊരു മൈൻഡ് സെറ്റ്, ആ ദൃഢപ്രതിജ്ഞ എടുത്താൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിനെയാണ് പറയുന്നത്. ആ പ്രവർത്തനം നടക്കുമ്പോൾ നമ്മൾ ശരിക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉള്ള ആളാണ് എന്നുള്ളത് നമ്മൾ ശരിക്കും മൈൻഡ് സെറ്റ് ചെയ്യുന്നത് അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ഈ 5 സ്റ്റെപ്സ് ആണ്. അതിലൊന്ന് സിമ്പിൾ ആണ് ഈ 5 സ്റ്റെപ്സുകൾ. ഇപ്പോ അതിലൊരു സ്റ്റെപ്പാണ് നൗ യുവർ സെൽഫ്. നമ്മൾ ആരാണ്, സിമ്പിൾ ചോദ്യമാണ് അല്ലെ. നൗ യുവർ സെൽഫ്, നമ്മളെ അറിയുക.
പക്ഷെ നമ്മൾ അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മളെ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം നമ്മളെ കുറിച്ചാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ അറിയേണ്ട കാര്യം നമ്മുടെ ഉള്ളിലുള്ള ആളെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ മറ്റുള്ളവരെ കാര്യത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി കാര്യങ്ങളും. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളെയും നമ്മളുള്ള വീക്ക്നെസ്സിനെയും എന്തൊക്കെയാണ് നമ്മൾ തിരിച്ചറിയാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല അല്ലെ. അപ്പൊ നമ്മളെ വീക്ക്നെസ്, നമ്മളെ പ്രവൃത്തികളൊക്കെ, നമുക്ക് എന്തെങ്കിലും മോശമായ പ്രവൃത്തികളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവരാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അതിങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് നമ്മളെ സ്വയം, നമ്മളുടെ ആ ചീത്ത നടപടികളായാലും നമ്മൾ എന്താണ് നമുക്ക് പറ്റാത്ത നടപടി നമ്മളെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഉള്ളിലേക്ക് നോക്കിയിട്ട് അതിനെ പാകപ്പെടുത്തിയെടുക്കാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് നൗ യുവർ സെൽഫ്. നമ്മളെ അറിയണം എന്നുള്ളത്. നമ്മളെ സ്വയം, ഞാൻ എന്ന വ്യക്തി, എൻ്റെ ഉള്ളിൽ എനിക്ക് എന്തൊക്കെ കഴിവുകളാണുള്ളത്, അത് എന്തൊക്കെ എനിക്ക് അപാകതകളാണുള്ളത്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് നോക്കി നമ്മൾ അറിയണം. എൻ്റെ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് അതിന് ഡെഡിക്കേറ്റ് ആയിട്ട് ചെയ്തത് അല്ലെ. എൻ്റെ ഡെഡിക്കേഷൻ എന്തൊക്കെ ഞാൻ ചെയ്യണം, അതിനു വേണ്ടി ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യണം. ആ കാര്യങ്ങളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ മൈൻഡിൽ എനിക്ക് ആ ഒരു എനർജി ഉണ്ടായിരിക്കണം അല്ലെ. എനർജി ഉണ്ടായിരിക്കണം, അതിനോട് സിൻസിയറിറ്റി ഉണ്ടായിരിക്കണം, ആ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ഒരു ആത്മാർത്ഥത നമുക്ക് ഉണ്ടായിരിക്കണം. അവിടേക്ക് എത്താനുള്ള പ്രവർത്തനം ഞാൻ മടി കൂടാതെ ചെയ്തിരിക്കണം അല്ലെ. ഇതാണ്. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മളെ ഉള്ളിലേക്കാണ്. പക്ഷെ നമ്മൾ നോക്കേണ്ടത് മറ്റുള്ളവരിലേക്കാണ് കൂടുതൽ. നമ്മളെ ഉള്ളിലേക്ക് നോക്കിയതിനു ശേഷം നമുക്ക് മറ്റുള്ളവരിലേക്ക് നോക്കാനേ നമുക്ക് പറ്റുള്ളൂ. നോക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അവിടെ ഇല്ല, ഇവിടെ ഇല്ല. നമ്മളെ ഉള്ളിലെ ആ വ്യക്തിനെ, ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഉള്ളിലുള്ള ആ ഒരു ആവശ്യമില്ലാത്ത ഹാബിറ്റ്സിനെ, നമുക്ക് ജീവിതത്തിൽ വേണ്ടാത്ത ഹാബിറ്റ്സിനെ നമുക്ക് റിമൂവ് ചെയ്യണം അല്ലെ. അപ്പോ ആ ഹാബിറ്റ്സിനെ നമുക്ക് എടുത്ത് ആവശ്യമുള്ള ഹാബിറ്റാണ് നമുക്ക് കൊണ്ടുവരാൻ. അല്ലാതെ നമുക്ക് ആവശ്യമില്ലാത്ത ഹാബിറ്റ്സ് അല്ല നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മളെ അറിയണം എന്നുള്ളത് തന്നെയാണ്. സ്വയം ഞാൻ ആരാണ്, എൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, എനിക്ക് വേണ്ടി കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്തു ഇത്രയും കാലം, ഡെയിലി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ ജീവിതത്തിൽ എനിക്ക് വേണ്ടി ചെയ്യുന്നു, എൻ്റെ കാര്യത്തിന്, എൻ്റെ ഒരു വ്യായാമം ആയാൽ പോലും, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അതിന് നമ്മൾ സിൻസിയറിറ്റി കൊടുക്കുന്നുണ്ടോ അല്ലേ. അത് നമ്മൾ ആ ഒരു പങ്ക്ച്വലായിട്ട് ഇന്ന് ചെയ്ത പോലെ എനിക്ക് നാളെയും ചെയ്യാൻ പറ്റുന്നുണ്ടോ, തുടർച്ചയായിട്ട് 21 days ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്നാ നമ്മൾ സക്സസ് ആണ്. നമ്മളൊരു കാര്യം ഏറ്റെടുത്ത് അത് കറക്റ്റ്, ഒരു 21 days ആണെങ്കിൽ ശരി, ഒരു 10 ദിവസമാണെങ്കിൽ ആ കറക്റ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സക്സസ്ഫുൾ ആണ്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ അത് പ്രവർത്തനം 21 ദിവസം, അതങ്ങനെ ആയി ഒരു വർഷം, ഇത് നമ്മൾ ആ സംഗതി നമ്മളിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. എത്ര വലിയ സംഗതി ആണെങ്കിൽ ശരി. അപ്പൊ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളെ അറിയണം, നമ്മളെ ഉള്ളിലേക്ക് നമ്മളെ നോക്കണം, നമ്മളെ കഴിവുകളെ നമ്മളെ തിരിച്ചറിയണം, നമ്മൾ ആവശ്യമില്ലാത്ത ശീലങ്ങളെ അല്ലെ, ആവശ്യമില്ലാത്ത കുറെ ശീലങ്ങളുണ്ട് നമുക്ക്, അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്യണം. നല്ല നല്ല ശീലങ്ങളെ നമ്മൾ വളർത്തിയെടുക്കണം. ഹാബിറ്റ്സ് നമ്മളെ ഇതിൽ ആ ബുക്കിലൊക്കെ പറയുന്നതാണ്. നമ്മളെ ശീലങ്ങൾ, ആവശ്യമില്ലാത്ത ശീലങ്ങളൊക്കെ എന്ത് ചെയ്യണം? മാറ്റണം. നമ്മൾ ആ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ ഇതൊക്കെ പറയും. നമ്മളെ ഹാബിറ്റ്സിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ശീലങ്ങൾ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് ആ ബുക്കിൽ. ആ നമ്മളെ ഹാബിറ്റ്സിനനുസരിച്ച്, നമ്മളെ ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിനനുസരിച്ചാണ്, നല്ല ശീലങ്ങൾ വളർത്തിയതിനു ശേഷം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക് നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ എത്തുന്നത്. നമ്മൾ എന്താണ് ജീവിതത്തിൽ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശ കാര്യങ്ങളൊക്കെ നമ്മളിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ. അപ്പോ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ നൗ യുവർ സെൽഫില് നമ്മളെ അറിയുക എന്നുള്ളതിൽ നമ്മൾക്ക് ആ ഒരു ശീലങ്ങളെ പറ്റിയിട്ട്, ഇപ്പൊ ഒരു മിഠായി തിന്നാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ല മിഠായി നമ്മളെ കണ്ടാൽ, മിഠായി നമ്മൾ കാണുമ്പോൾ ആ മിഠായി തിന്നാനുള്ള ടെൻഡൻസി നമുക്ക് വരാം. ആ കാണുമ്പോഴാണ് നമുക്ക് എടുത്ത് കഴിക്കാൻ തോന്നുന്നത് അല്ലെ.
അതുപോലെ തന്നെ ആ ഒരു മൊബൈല് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊബൈൽ കണ്ടിട്ട് ആ മൊബൈൽ എടുത്ത് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്യാൻ തോന്നും നമുക്ക്, അല്ലെ? അതൊരു ഹാബിറ്റാണ്. നമ്മൾ മനസ്സിലാക്കുക പലപ്പോഴും നമ്മളെ എക്സ്പോസ്ഡ് ആണ്, നമ്മൾ ആ കാര്യത്തിൽ നമുക്ക് കഴിയും, നമുക്ക് ചെയ്യാൻ കഴിയും, നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും എന്നൊരു തോന്നണം നമുക്ക്. പക്ഷെ നമ്മൾ എങ്ങനെ ആ ഒരു ഹാബിറ്റ്സിനെ നമുക്ക് ആ ഒരു ആവശ്യമില്ലാത്ത ശീലത്തിനെ എങ്ങനെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഈ മൊബൈൽ, ഇപ്പൊ ഉദാഹരണം, നമ്മൾ മൊബൈൽ ഒരുപാട് നേരം ഉപയോഗിക്കുന്നു. മൊബൈൽ എടുത്ത് നമ്മൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ആ മൊബൈൽ എടുത്ത് സ്ക്രോൾ ചെയ്ത് നമ്മൾ അതിന് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നു. ഒരുപാട് നേരം ടൈം നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. മൊബൈലിൽ നമ്മളിങ്ങനെ നോക്കിയിട്ട് വീഡിയോ കാണലോ എല്ലാ കാര്യങ്ങളും അതിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഓവറായിട്ട് നമ്മൾ മൊബൈൽ കാണുന്നതും നമ്മളൊരു നല്ല ഹാബിറ്റ് അല്ല. അത് നമുക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും ആ മൊബൈലിൽ ഒരു അഡിക്ഷൻ ആവരുത്. നമ്മൾ ഒരു കാര്യത്തിൽ നമ്മൾ അഡിക്റ്റ് ആവരുത്, ഒരിക്കലും ഒരു അഡിക്റ്റ് ആവരുത് ഒരു കാര്യത്തിലും. നമ്മൾ മൊബൈലാണ് ശരി, എന്തൊരു കാര്യത്തിലാണ് ശരി. അപ്പൊ അവിടെ നമ്മൾ ഓവർകം ചെയ്യണം. അതായത് ആ ഇമോഷനെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പൊ നമ്മളെ ബ്രെയിൻ, നമ്മൾ മനസ്സിലാക്കുന്ന നമ്മളെ ബ്രെയിൻ അങ്ങനെ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സാധനം നമ്മൾ കണ്ടു, ആ ഒരു മൊബൈൽ നമ്മൾ കണ്ടു, ആ കണ്ടിട്ട് അതിനോടുള്ള ടെൻഡൻസി അത് എടുത്ത് നോക്കണം എന്നുള്ള തോന്നലാണ്. അപ്പൊ നമ്മൾ ബ്രെയിൻ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് ആ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യുന്നത്, അല്ലെ? ആ ബ്രെയിന് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇന്റൻഷൻ അതിനനുസരിച്ചാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചതെല്ലാം അത് നമുക്ക് മാറ്റിയെടുക്കാം. പക്ഷെ നമ്മൾ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിച്ചാലുള്ളൂ. നമ്മൾ കൺട്രോൾ ചെയ്യണം. അതാണ് വീക്ക്നെസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ചെയ്യണം. വീക്ക്നെസ്സിൽ നിന്ന് നമ്മൾ മറികടക്കാൻ നോക്കണം, ശ്രമിക്കണം. അതിനു വേണ്ടി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ എത്തുക എന്നുള്ളതാണ്. വീക്ക്നെസ്സിൽ നിന്ന് നമ്മൾ ആവശ്യമില്ലാത്ത നമുക്ക് കുറെ വീക്ക്നെസ് ഉണ്ട്. അപ്പൊ ഈ മൊബൈൽ ഓവറായിട്ട് നോക്കുന്ന വീക്ക്നെസ്, പലർക്കും പലതരം വീക്ക്നെസ്സുകൾ ഉണ്ടാവും. ആ വീക്ക്നെസ്സിൽ നിന്ന് നമ്മൾ മറികടക്കാൻ നോക്കുന്നതാണ്. അതാണ് അറ്റോമിക് ഹാബിറ്റ്സിലൊക്കെ ആ ബുക്കിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മളൊരു ശീലത്തെ കുറിച്ച്, ഒരു ശീലം അത് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ, ആവശ്യമില്ലാത്ത ശീലമാണ്, ഒരു അഡിക്ഷനാണ്. ആ അഡിക്ഷന് വീണ്ടും അത് നമ്മളിൽ നിന്ന് അത് ഒഴിവാക്കിയേ മതിയാവും. നമ്മൾ ഒഴിവാക്കണം. നമ്മളെ ബ്രെയിനിന് നമ്മൾ പറഞ്ഞ് സെറ്റ് ചെയ്യും, ഇതെനിക്ക് പറ്റില്ല, ഈ ഒരു അഡിക്ഷനിൽ നിന്ന് ഞാൻ മാറിയിരിക്കുന്നു. ആ രീതിയിൽ നമ്മൾ ആ അഡിക്ഷനിൽ നിന്ന് നമ്മൾ റിമൂവ് ആവണം, നമ്മൾ അതിന് മറികടക്കണം ആ ഒരു ഇതിന്ന്. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താവും, നമുക്ക് ആ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാണ്ടാവുക. നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തതിന്റെ ലക്ഷണങ്ങളാണ് അതൊക്കെ. ഓവർ ടൈമിൽ, ഒരുപാട് ടൈമിൽ നമ്മൾ മൊബൈലിൽ നോക്കിയിരിക്കുക, ആവശ്യമില്ലാതെ. നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ മൊബൈൽ നോക്കുക. അതന്നെ നമുക്ക് വേറെ ഒരു കാര്യത്തിലും ഇല്ലാതെ ആകുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഈ മൊബൈൽ നോക്കുമ്പോഴൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനൊരു ടൈമും ഒരു ലിമിറ്റ് വെക്കുക. അവിടെയാണ് നമ്മളെ കഴിവ്. എന്തൊരു സംഗതിക്കും ഇന്ന ടൈമിൽ ഇത്ര ലിമിറ്റ്, ഒരു പട്ടാള ചിട്ട പോലെ നമ്മൾ ആ ചിട്ടയോട് കൂടി നമ്മൾ ഒരു സെറ്റ് ചെയ്യാം ടൈമിൽ. ഇതിന് വേണ്ടി ഞാൻ ഇത്ര അരമണിക്കൂർ ചെലവാക്കും, അത് കഴിഞ്ഞാൽ അടുത്ത പ്രോഗ്രാം. ഇങ്ങനെ ഒരു ടൈം ടേബിൾ ആയിട്ട് നമ്മൾ ദിനം പ്രതി നമ്മൾ ജീവിതത്തിൽ കൊണ്ട് നടത്തണം. ഒരു ടൈം ടേബിൾ ആയിട്ട് അത് എനിക്ക് ഇത്ര നേരം എനിക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് ഇന്ന സാധനം, ഉദാഹരണത്തിന് നമ്മൾ പുറത്തു പോയി ഒരു ഭക്ഷണം നമ്മളിപ്പോ വല്ല കൊളസ്ട്രോൾ വേറെ എന്തെങ്കിലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്തെങ്കിലും ആണെങ്കിലും, ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ അവിടെ ചെന്ന് നമ്മളിത് കഴിക്കില്ല എന്ന് വിചാരിച്ച് കുറച്ച് ദിവസം നമ്മൾ ഒഴിവാക്കിയ ഭക്ഷണമായിരിക്കും, അല്ലെ? കുറച്ച് ദിവസം നമ്മൾ ഒഴിവാക്കിയ ഭക്ഷണമായിരിക്കും. വീണ്ടും നമ്മൾ ഈ ടൗണിൽ പോകുമ്പോൾ ആ ഒരു ഭക്ഷണം കാണുമ്പോൾ, ഇപ്പോ ചിക്കൻ ഫ്രൈഡ് റൈസോ വേറെ എന്തെങ്കിലും ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലും ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വീണ്ടും അതിനോടൊരു ഇത് തോന്നും, ടെൻഡൻസി, അല്ലെ? അത് വേണം അതിങ്ങനെ അട്രാക്ട് ചെയ്യപ്പെടും, അല്ലെ? അപ്പൊ അതിനെ ആ ഒരു കൺട്രോളിനെ, നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുക അത് വേറെ, അത് ആ വിഷയം വേറെ. നമ്മളൊരു ഹാബിറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് വേണ്ട, ഇന്നിപ്പോ 4 ദിവസം നമുക്ക് ഒഴിവാക്കണം എന്നൊരു ഇതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ 4 ദിവസത്തിനുള്ളിൽ നമ്മൾ പുറത്തുനിന്ന് പോകുന്ന സമയത്ത് ഇത് കാണുമ്പോൾ നമുക്ക് അത് വേണം, എനിക്കത് കഴിക്കണം ഒരു ടെൻഡൻസി, വീണ്ടും നമ്മൾ അത് കഴിച്ചിരിക്കും, അല്ലെ? അപ്പൊ അവിടെ എന്താ പ്രവർത്തനം നടക്കുന്നത്? അപ്പൊ നമ്മളെ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മയാണ് അത്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല, നമ്മളെ ഇമോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതാണ്, നമുക്ക് ആ ഒരു വീക്ക്നെസ്സിനെ മറികടക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെ മറികടക്കാൻ കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഈ സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ.
മനസ്സിലായില്ലേ? ഇപ്പൊ മൂന്നാമത് വരുന്നത് നമ്മളെ ഗോൾ സെറ്റിങ്, ഗോളിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങളെ ഗോളുകൾ, ഇപ്പൊ നമ്മളൊക്കെ ലക്ഷ്യങ്ങള്, നമുക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും, എല്ലാവർക്കും ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾക്കൊക്കെ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. ഒന്നാമത് ഗോൾസ്, അതായത് പ്ലാനോട് കൂടിയുള്ള ഗോൾസ്, പ്ലാന് വിത്ത് ഗോൾ. ആ ഗോളിൽ നമ്മൾ എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഈ നേരത്തെ പറഞ്ഞ ഒരു ആഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആഗ്രഹം എനിക്കിങ്ങനെ ആവണം, എനിക്കത് നേടണം എന്നുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലേക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള നമുക്ക് ഒരു പിടുത്തം ഉണ്ടാവില്ല. എങ്ങനെ നീങ്ങണം, ഡെയിലി എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. നമുക്ക് ചെയ്യാനൊരു ഇതുണ്ടാവില്ല. എന്നാൽ നമുക്ക് നേടണം അല്ലെ, ആ ഒരു കാര്യത്തിലേക്ക്. അപ്പൊ നമ്മൾ ഏത് ഗോൾസ് ആണെങ്കിലും ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, സ്പെസിഫിക് ആയിരിക്കണം. നമ്മൾ ഒരു നമുക്ക് അതിനെ തരംതിരിച്ച് അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് വെൽ പ്ലാനഡ് ആയിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയണം. ആ ഒരു ഡിസിപ്ലിൻ, അങ്ങനെയാണ് നമ്മൾ ഡിസിപ്ലിൻ അതിൽ വളർത്തിയെടുക്കുക. ഏറ്റവും കൂടുതൽ പ്രയോജനകരമാണ് നമ്മളെ ലൈഫിൽ എപ്പോഴും എനി ടൈമിൽ കൊണ്ട് നടക്കേണ്ട ഒരു ഇതാണ്, ഒരു കാര്യമാണ് ഈ സെൽഫ് ഡിസിപ്ലിൻ. അതുപോലെ അതിനുപരി നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ശീലമാണ് എന്ത്, സെൽഫ് ഡിസിപ്ലിൻ. ഒരു കാര്യം, മഹത്തായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ ലക്ഷ്യങ്ങൾ, നമ്മൾ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താനുള്ള മടി കൂടാതെ ഒരു സംഗതി തുടങ്ങി, ആ സംഗതി തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ചിട്ട് മടുത്തു പോയി, ഒരുപാട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായി, അതിനെ ഓവർകം ചെയ്യാതെ, അതിന് പ്രതിവിധി കാണാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയി. ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മയുടെ കാര്യങ്ങളാണ് അല്ലെ. അപ്പോ നമുക്ക് അടുത്തത് ഇതിൽ വരുന്നത് നമ്മൾ ഫൊർഗീവ്, അതായത് ഫൊർഗീവ്നെസ് വരുന്നുണ്ട്. നമ്മൾ എപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിയിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഈ ലക്ഷ്യങ്ങൾ പരമായിട്ടോ വേറെ എന്തെങ്കിലും ചെയ്തിട്ട് ശരിയല്ല എന്നത് പറഞ്ഞ് നമ്മൾ സ്വയം നമ്മളെ തന്നെ കുറ്റപ്പെടുത്തിയിരിക്കുന്ന ഒരു അവസ്ഥ വരും. അതായത് സെൽഫ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഉള്ളിലെ നമ്മളെപ്പോഴും കുറ്റക്കാരായിട്ടിരിക്കും. എന്തെങ്കിലും തെറ്റുകൾ, അപ്പൊ നമ്മളൊക്കെ പറ്റാത്തവരാരുമില്ല. അപ്പൊ നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനും അതിനുള്ള നടപടിയിൽ എന്തെങ്കിലും നമ്മൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവും. അന്ന് രാത്രി അതിനെക്കുറിച്ച് നല്ല എനർജിയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവും. ആ സമയത്ത് വീണ്ടും ആ ഒരു തെറ്റിനെ കുറിച്ച് അതിനെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട്, കഴിഞ്ഞുപോയ കാര്യമായിരിക്കും, കഴിഞ്ഞുപോയ തെറ്റായിരിക്കും, അതിൽ നിന്ന് മറികടക്കാൻ എന്താണോ ആ തെറ്റ്, നമ്മൾ ഒരു കാര്യമില്ല, പഴയത് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല എന്നുള്ള നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പോ ആ ഒരു തെറ്റിനെ ഒരു പ്രയോറിറ്റി കൊടുത്തിട്ട് അതിങ്ങനെ ആ ഒരു ഇമോഷൻ നമുക്ക് നെഗറ്റീവ് ഇങ്ങനെ ചിന്തിച്ച് എന്ത് ചെയ്യും, അത് നമുക്ക് ഭയങ്കര അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ബ്രേക്കപ്പ് ആവും, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, തടസ്സമായി മറുപടി. അപ്പൊ പിന്നെ പിറ്റേ ദിവസം നമ്മൾ ചെയ്യേണ്ട കാര്യത്തിലേക്ക് എന്ത് ചെയ്യും, അവിടെ തടസ്സം നിൽക്കും. നമുക്ക് ആ ഒരു പിറ്റേന്ന് ഈ കാര്യങ്ങൾക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ആ ഒരു പ്ലാൻ എന്താ ചെയ്യണം, ആ പ്ലാനിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഈ ഒരു നമ്മളെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കും. കാരണം നമ്മൾ സ്വയം അപ്പൊ അതിൽ നിന്ന് നമ്മൾ ഏറ്റവും പെട്ടെന്ന് മറികടക്കുക അല്ലെ. നമ്മളെ സ്വയം കുറ്റപ്പെടുത്താതിരിക്കുക. കുറ്റപ്പെടുത്തി അതിൽ നിന്ന് പെട്ടെന്ന് ആ തെറ്റ് കണ്ടാൽ നമ്മൾ അതിനെ തിരുത്തി അതിൽ നിന്ന് നമ്മൾ എത്രയും പെട്ടെന്ന് ചാടി റിമൂവ് ആവുക, അതിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടുക. അതുകൊണ്ട് നമ്മളെ എങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ അവിടെ എന്താവും, നമുക്കതൊരു ഇമോഷൻ കൂടി വളരെ നമുക്ക് ഒരു നെഗറ്റീവായി മാറും, ഭയങ്കര നെഗറ്റീവായി മാറും. ഇപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തടസ്സം, നമുക്കൊന്നും സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റില്ല, അവിടേക്ക് എത്തൂല. അങ്ങനെയുള്ള സംഗതികളാണ് നമ്മൾക്ക്. അപ്പോ മെയിൻ കാര്യങ്ങളിൽ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ ഈ ഡിസിപ്ലിൻ, സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മ നമുക്ക് ആവും. കാരണം എപ്പോഴും സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിലുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് നടക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഡെയിലി രാവിലെ ആണെങ്കിൽ നമ്മൾ ഇതിനൊക്കെ വേണ്ടത് നാലാമത്തെ പ്രാക്ടീസാണ്. അതായത് പ്രാക്ടീസുകൾ ഏറ്റവും കൂടുതൽ നമ്മൾ എല്ലാത്തിനും, ഏതൊരു എനർജി നമ്മൾ ബാലൻസ് ചെയ്യുകയാണെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും നമ്മൾ ആ പ്രാക്ടീസ് ഡീപ്പെൻഡ് ഓഫ് നമ്മൾ പ്രാക്ടീസാണ്. പ്രാക്ടീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്തും അല്ലെ. ഡെയിലി നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെ ചെയ്യേണ്ടത്, അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിരുത്തി അത് നമ്മൾ ഇന്ന് ചെയ്താൽ പോരാ, അതേപോലെ നാളെ ചെയ്യേണ്ടത് നാളെ അതേപോലെ ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. ഇന്ന് ചെയ്താൽ നാളെ അത് സ്റ്റോപ്പായി, നാളെ മടി പിടിച്ച് അത് ചെയ്തു. എന്തായാലും എന്ത് നമ്മൾ വ്യായാമങ്ങളായാലും ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും ആ മൈനോട് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും അതിൽ നമ്മൾ ശ്രദ്ധിച്ച് അതിനെ നമ്മൾ വാല്യൂ കൊടുത്ത് സ്വയം കാര്യങ്ങൾ ഏതാ പറയുക, നമ്മൾ സ്വന്തം കാര്യങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുത്ത് അതിനുള്ള ഹാബിറ്റ് നല്ല ശീലമായി വളർത്തി
പിറ്റേ ദിവസം അതേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി എത്തണം. എന്നാലും നമുക്ക് ആ ഒരു സെൽഫ് ഡിസിപ്ലിൻ എപ്പോഴും കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റുള്ളവരിലേക്ക് നമ്മൾ കൂടുതൽ നോക്കാതെ സ്വന്തം കാര്യങ്ങളിലേക്ക് നോക്കുക. സ്വന്തം അപാകതകളും സ്വന്തം തെറ്റുകളും നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനു വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമില്ലാത്ത വീക്ക്നെസ്സുകൾ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്യുക. ഇരുന്ന് ആലോചിച്ച് നമുക്ക് എന്തൊക്കെയുള്ളത്, നമുക്ക് എന്തൊക്കെയെന്ന് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുള്ള അതൊക്കെ എടുത്ത് റിമൂവ് ചെയ്യുക. വേണ്ട എന്ന് നമ്മൾ സ്വയം പ്രതിജ്ഞ എടുത്ത് ആ രീതിയിൽ നല്ല ചിന്തകൾ ഉയർത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പോസിറ്റീവായ ചിന്തകൾ മാത്രം. ഇതിനൊക്കെ വേണ്ട അക്സെപ്റ്റൻസ് ആണ്. ഇപ്പൊ ഇതിലൊക്കെ നമുക്ക് പ്രധാന ഘടകം അക്സെപ്റ്റൻസ് തന്നെയാണ്. എന്തിനും അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വലിയൊരു സംഭവമാക്കി എടുക്കാതെ മനസ്സിൽ വളരെ സിമ്പിളായിട്ട് അതിനെ നന്നായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുനടക്കുക അല്ലെ. നമ്മളെ ഉള്ളിലുള്ള ആളെ സ്വയം സ്നേഹിച്ച് അപ്പോഴും അവിടെ വരുന്നുണ്ട് സെൽഫ് ലോ അല്ലെ. ഇതൊക്കെ വേണ്ട നമ്മൾ സെൽഫ് ലോ ആണ്. സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവരുടെ ആ ഒരു ലക്ഷണമാണ് സെൽഫ് ലോ അല്ലെ. സെൽഫ് ലോ ഉള്ളവന് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. സെൽഫ് ലോ ഉള്ളവന് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. ഇത് രണ്ടും ഉള്ളവന് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം ഒന്നായിട്ടുണ്ടാവില്ല. സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവന് സ്വന്തം, കാരണം സെൽഫ് ഡിസിപ്ലിൻ ഉള്ളവന് എന്തായാലും സ്വന്തം സ്നേഹിക്കാണ്ടിരിക്കില്ല. സ്വന്തം സ്നേഹിക്കും, സ്വന്തത്തെ അറിയും, സ്വന്തം കാര്യങ്ങളിലേക്ക് കൂടുതൽ ആഴത്തിൽ അവൻ ഇറങ്ങി നോക്കും. എന്റെ കഴിവുകൾ എന്താണ്, എന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, ഞാൻ ആരാണ്. നമ്മളൊന്ന് മനസ്സിലാക്കണം. നമ്മുടെ ഉള്ളിലുള്ള ഒരു ശക്തിയുണ്ട്, ഭയങ്കര പവറുള്ള സംഭവമാണ്. നമ്മൾ ചെറുപ്പം മുതലേ എനിക്കത് കഴിയില്ല, അല്ലെ നമ്മൾ മറ്റുള്ളവർ പറയും. നമ്മളെപ്പോഴും ബലഹീനതരാക്കി മാറ്റും. നമ്മളെ വീട്ടിലെ ചുറ്റുപാടുള്ള നമ്മളിപ്പോ ആരാണെങ്കിലും ശരി, നമ്മളെ കുടുംബക്കാരൊക്കെ, നമ്മൾ അതിലൊന്നും കീഴ്പ്പെടാതെ മുന്നോട്ട് പോവുക. നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യങ്ങൾ നമുക്ക് കുറേ നാനാ ഉപദേശങ്ങൾ, ഒരുപാട് ഉപദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ കേട്ടാലും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. കുറേ ഉപദേശങ്ങൾ, അതിന് വേണ്ടത് എടുക്കുക, നല്ലത് കുറച്ച് വേണ്ടത് എടുക്കുക. ബാക്കി നമുക്ക് ശരി, നമ്മൾ സ്വയം ഒരു ഡിസിഷൻ മേക്കർ ആയിരിക്കണം. സെൽഫ് ഡിസിഷൻ മേക്കർ ആയിരിക്കണം നമ്മൾ എപ്പോഴും. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ആകരുത്. നമ്മൾ എപ്പോഴും ഡിപ്പെൻസ് എന്നുള്ള സംഗതി ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഡിപ്പെൻസ് അത് നമുക്ക് എന്തിനൊരു ബ്ലോക്കാണ്. മറ്റുള്ളവരെ അതൊരു ആവശ്യമില്ലാത്ത ശീലമാണ്. ഡിപ്പെൻസ് ഉള്ളവനും അതൊരു ഡിസിപ്ലിൻ ഇല്ലാത്തതാണ്. നമ്മൾ എന്തിനും ഏതിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുക, ആവശ്യമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുക. എനിക്ക് അവരില്ലാതെ പറ്റില്ല, എനിക്ക് ഈ കാര്യത്തിന് അവരില്ലാതെ നടക്കില്ല എന്നൊരു മൈൻഡ് സെറ്റാണ് നമ്മൾ ആവശ്യമില്ലാത്ത. അതെ, ഒരിക്കലും ഈ ഡീപ്പെൻസ് നമ്മള് ജീവിതത്തിൽ വെച്ച് പുലർത്താൻ പാടില്ല. ഒഴിവാക്കുക, നമ്മൾ റിമൂവ് ചെയ്യുക. ആ ഒരു ഡീപ്പെൻസ് നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റും. നമ്മൾ മനസ്സിലാക്കേണ്ട ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ തിരിച്ചറിയുക. എല്ലാവർക്കും ശക്തി, ഞാൻ പറഞ്ഞേ, നമ്മളൊക്കെ ഒന്നാണ്. എല്ലാവരും ഒറ്റ എനർജിയാണ്. നമ്മൾ ഈ കാണുന്നവർക്ക് ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കഴിവുണ്ട്. ഇപ്പൊ നിങ്ങൾ ഈ വന്നിരിക്കുന്നവർക്കൊക്കെ ഈ ക്ലാസ് എടുക്കാനും അവയർനെസ് പറഞ്ഞു കൊടുക്കാനും ഒക്കെ കഴിവുണ്ട്. നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കിയോ. ഉള്ളിലേക്ക് നിങ്ങൾ ഇറങ്ങി നോക്കണം. നിങ്ങൾക്ക് മറ്റുള്ളവരേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും നന്മ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എല്ലാവരും പറ്റും. ഇതൊരാൾക്ക് മാത്രം കഴിവ് കൊടുക്കുന്നതല്ല, കുറച്ചു പേർക്ക് പടച്ചം കൊടുക്കുന്നതല്ല, സർവശക്തം കൊടുക്കുന്നതല്ല കഴിവ്. എല്ലാവർക്കും കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വ്യത്യസ്തമായ ഒരുപാട് കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകളെ ഉണർത്തുന്നതാണ് നമ്മളുടെ കഴിവ്. അവിടെയാണ് നമ്മൾ സക്സസ്ഫുൾ ആകുക. മടി പിടിച്ച് ഒരാൾ നമ്മളെ പറ്റില്ല എന്ന് പറയുമ്പോൾ അതവിടെ പറ്റില്ല, അതന്നെ നടക്കുള്ളൂ. നമ്മൾ എന്താണോ പറയുന്നത്, നമ്മൾ മൈൻഡിന് കൊടുക്കുന്നത്, സബ്കോൺഷ്യസ് മൈൻഡിനോട് നമ്മൾ എന്താണ് പറയുന്നത്, അതാണ് അവിടെ നടക്കുള്ളൂ അല്ലേ. നമ്മൾ പറയും നമ്മളെ സാഹചര്യം ശരിയല്ല, നമ്മളെപ്പോഴും പറയും നമ്മൾ ശരിയില്ലാത്തതുകൊണ്ട് നമ്മളെ സാഹചര്യം ശരിയില്ലാത്തത്. നമ്മൾ ശരിയായാൽ നമ്മളെ സാഹചര്യം ശരിയാവും, നമ്മളെ ചുറ്റുപാടും ശരിയാവും. നമ്മൾ മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ കുറ്റം കാണും. നമ്മളെ സ്വയം, അതായത് തെറ്റുകൾ മാറ്റിവെച്ച് ഹൈഡ് ചെയ്ത് നമ്മളെ തെറ്റുകൾ നമ്മൾ സ്വയം നേരാക്കാതെ മറ്റുള്ളവരിലെ കുറ്റങ്ങൾ കണ്ടെത്തും. അതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലായ്മയാണ്. മറ്റുള്ളവരുടെ തെറ്റുകൾ കാണാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉന്മേഷം അല്ലെ. എന്തെങ്കിലും ഒരു കുറവ് കണ്ടിട്ട് പറയാൻ, അത് നേരെ തിരിച്ച് നമ്മളിലേക്ക് നമ്മൾ നോക്കുന്നില്ല. അതിനേക്കാൾ കുറവുകൾ നമുക്കുണ്ടാവും. ആ കുറവുകളെ നികത്തി, ആ കുറവുകൾ ഏറ്റവും വലിയ ശക്തി ഉള്ളിൽ കിടക്കുന്നുണ്ട്,
ആ ശക്തിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മളെ കുറവുകൾ ഉണ്ടാക്കി വെക്കുക. നമ്മൾ സ്വയം ശക്തി ഇല്ലാത്തവനായി സ്വയം പറഞ്ഞിട്ട് നമ്മൾ ആ രീതിയിൽ ആക്കി മാറ്റണം. നമ്മളെ ഉള്ളിലുള്ള കഴിവിനെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു? ഇല്ലാതാക്കുകയാണ്. എന്തിനും കഴിവുള്ള മാസ്മരിക ശക്തിയുള്ള ഒരു ഇതാണ് നമ്മുടെ സോൾ, ഉള്ളിലുള്ള സോൾ, ആത്മാവ്. ആത്മാവിനെ തൃപ്തിപ്പെടുത്തി, ആത്മാവിനെ നമ്മൾ അത്രയും ശക്തിപ്പെടുത്തി ആ ഉള്ളിലുള്ള സോളിനെ നമ്മൾ അറിയണം എന്നുള്ളതാണ്. അറിഞ്ഞാൽ ഈ പറഞ്ഞ സെൽഫ് ലോ, അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ. സെൽഫ് ലോ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും? സെൽഫ് ഡിസിപ്ലിൻ എന്തായാലും ഉണ്ടാവും. കാരണം സെൽഫ് ലോ സ്വന്തത്തെ അറിയുകയാണ്, സ്വന്തത്തെ സ്നേഹിക്കുകയാണ്, അല്ലെ? സ്വന്തത്തെ സ്നേഹിക്കുകയാണ്. നല്ല ശാന്തതയോടുള്ള കാമൻ ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഓവറായിട്ട് സംസാരിക്കില്ല, ആവശ്യമില്ലാതെ ഷോർട്ട് ടെമ്പർ ആവില്ല, മറ്റുള്ളവരോട് കയർത്ത് സംസാരിക്കില്ല. ഇതൊക്കെ സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തതിന്റെ ഭാഗമാണത്. ഓവറായിട്ട് മറ്റുള്ളവരോടൊക്കെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, മറ്റുള്ളവരെ കുറവുകളെ നമ്മൾ പുച്ഛിച്ച് കാണുക. ഇതൊക്കെ നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ തന്നെ ക്ഷയിച്ചില്ലാതേക്കാണ്. നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്കില്ല. ഒരിക്കലും നമ്മൾ ഒരാളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും പാടില്ല. ഒരാളെ നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു ഇതുമില്ല. കാരണം ഇതേ ആളിന്റെ ഇപ്പൊ നമ്മളെ മുമ്പിൽ നാളെ വലിയവനായി മാറുക. ഇതൊക്കെ യൂണിവേഴ്സലിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ആള് ഉയർന്നു വരിക. അപ്പൊ എന്താണ്? നമ്മളെ ശീലങ്ങളും നമ്മളെ പ്രവൃത്തികളും ശരിയല്ലാത്തതുകൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുക, നമ്മൾ മറ്റുള്ളവരെ ഇങ്ങനെ അവരെ അസൂയപ്പെടുക. അത് ആ പ്രവർത്തനം കണ്ട് നമുക്ക് അസൂയപ്പെടുക. അസൂയപ്പെടുമ്പോൾ നമ്മളെ ഉള്ളിലുള്ള ആ ഇമോഷൻ, ആവശ്യമില്ലാത്ത നെഗറ്റീവ് ഇമോഷൻസ് വർക്ക് ചെയ്യും. അപ്പൊ എന്താവും? നമ്മൾ ഹാപ്പിനെസ് ഉണ്ടാവില്ല, ക്ഷയിച്ചിരിക്കും. നമ്മളെ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളും ഗോളുകളൊക്കെ ഇങ്ങനെ എഴുതും. ബുക്കിൽ എഴുതിയിട്ടുള്ള കാര്യമുണ്ടോ? മൈൻഡ് സെറ്റോട് കൂടി ഈ പറഞ്ഞ അതിന് ക്ലാരിറ്റിയോട് കൂടി അതിന് റെസ്പെക്ട് കൊടുത്ത് ആ ഒരു സംഗതി നേടാനുള്ള പ്രവർത്തനം ചെയ്യണം. വെറുതെ നമ്മൾ ഗോള്, നമുക്കൊരു ലക്ഷ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബുക്കിൽ എഴുതി വെച്ചുകൊണ്ട്, ഒരു പേജിൽ ഇങ്ങനെ എഴുതി വെച്ചുകൊണ്ട് ഞാനൊരു ഗോൾ എഴുതി വെച്ചു, അതെന്തായാലും നടക്കും എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ആ ലക്ഷ്യം നമ്മളിലേക്ക് എത്തണമെന്നില്ല, നമ്മൾക്ക് വിജയിക്കണം എന്നില്ല. ഒന്നാമത് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ചെയ്യണം. ആ ലക്ഷ്യം നടക്കും എന്നുള്ളത്, അത് നടന്നിരിക്കും, എന്നെ കൊണ്ട് നടക്കും. കാരണം പറ്റുമോ? നമുക്ക് എത്ര വലിയ സംഗതി നമ്മളെ കൊണ്ട് പറ്റാത്തൊന്നുമില്ല, ഒക്കെ പറ്റും. ഉള്ളിലുള്ള ആ സോളിനെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അതിന്റെ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് എന്തും എന്തും നമുക്ക് നേടാൻ കഴിയും. ആ ഒരു ശക്തിയെ നമ്മൾ തിരിച്ചറിയുക, ആ ശക്തിപ്പെടുത്തുക. ആവശ്യമില്ലാത്ത ഇമോഷൻസും ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും അതിന് കൊടുത്ത് അതിനെ ഹെൽത്തി ആവാത്ത തരത്തിലാക്കാണ്ടിരിക്കുക. എപ്പോഴും ഹെൽത്തി ആവുക, അല്ലെ? നമ്മുടെ ആത്മാവ് ഹെൽത്തി ആവുമ്പോഴാണ്, നമ്മുടെ ഉള്ളിലെ സോൾ ഹെൽത്തി ആവുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മള് ശരീരം ഹെൽത്തി ആവുള്ളൂ, മെന്റലി ഹെൽത്തി ആവുള്ളൂ, ടോട്ടലി നമ്മൾ ഹെൽത്തി ആവുള്ളൂ. അപ്പോ ഡിസിപ്ലിന്റെ ഭാഗം നമ്മളിലേക്ക് നോക്കുക, നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക്, അതുപോലെ മറ്റേ ഗോളുകൾ, ലക്ഷ്യങ്ങൾ, നമ്മൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ, എങ്ങനെ ചെയ്യണം, അതിലേക്ക് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള മടി കൂടാതെ നമ്മൾ ആ ഒരു പ്രവർത്തനം സ്റ്റെപ്പായിട്ട് അതിൽ മടി കൂടാതെ നടത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഡിസിപ്ലിൻ ഉള്ള ഒരാളായി മാറും. എന്ത് പ്രവർത്തനമാണ് നടക്കുന്നത്, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് എന്താണോ ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ അതിനൊക്കെ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ കറക്റ്റ് ഓരോ സ്റ്റെപ്പായിട്ട് പ്ലാൻ ചെയ്യുക. ഡേ ബൈ ഡേ ആയിട്ട് പ്ലാൻ ചെയ്യുക. പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ അതാകുമ്പോഴാണ് നമ്മൾ ഡിസിപ്ലിൻ ഉള്ള ആളായി മാറും ചെയ്യും. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് എത്തും ചെയ്യും. സെൽഫ് ഡിസിപ്ലിൻ. നമ്മളപ്പോ അതോടുകൂടി തന്നെ സെൽഫ് ലവ് നന്നായിട്ട് നമുക്ക് കൂടിക്കൊണ്ടിരിക്കും. സ്വന്തത്തെ സ്നേഹിക്കാനും അതോട് തന്നെ നമ്മൾ സെൽഫ് ഫോർഗിവ്നെസ് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മളിതോടെ പുറത്തു കൊടുക്കും. ആ ഒരു ശീലം നമ്മൾ വളർത്തിയെടുക്കും. നമ്മളെപ്പോഴും ചെയ്യേണ്ടത് നമ്മളിതോടെ തന്നെ പുറത്തു കൊടുക്കുക. നമ്മളോട് തന്നെ വിട്ടുകൊടുക്കുക, അല്ലെ? വിട്ടുകൊടുക്കുക. ആവശ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മളെ തന്നെ കുറ്റപ്പെടുത്താതിരിക്കുക. നമ്മളെ തന്നെ സ്വയം കുറ്റപ്പെടുത്തുക. അത് വെച്ച് നമ്മളിലെ തെറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കണം. തെറ്റുകൾ കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടാവരുത്. ഇങ്ങനെ സംഭവിച്ചു, അതാ ഞാൻ പറഞ്ഞ, അവിടെ അക്സെപ്റ്റൻസ് ആണ്. ഇങ്ങനെ സംഭവിച്ചു, ആ ഒരു സംഗതിയെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ
ഡെവലപ്പ് ചെയ്യാൻ പറ്റുക എന്ന് ആലോചിക്കുക. അതിന് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് കുറച്ചു നേരം ഇരുന്ന് അതിനെ കുറിച്ച് വർക്കൗട്ട് ചെയ്യുക. നമ്മളെ ഉള്ളിലുള്ള നമുക്ക് എന്തൊക്കെയാണ് ആ ഒരു ഇതിനെ പാകപ്പെടുത്തിയെടുക്കാൻ, അതിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എല്ലാവരും നല്ലൊരു ശീലം വളർത്തിയെടുക്കുക. അതുപോലെ സെൽഫ് ഡിസിപ്ലിൻ ആയി മാറുക. സെൽഫ് ഡിസിപ്ലിൻ നമ്മളെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഘടകമാണ്. ഒഴിവാക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു ഘടകമാണ് സെൽഫ് ഡിസിപ്ലിൻ. അത് ജീവിതത്തിൽ എപ്പോഴും നമ്മളെ ലൈഫിൽ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വളരെ കുറച്ചൊരു ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും ഇതൊരു ഒത്തിരി പറയാനുണ്ട്. പിന്നെ ഈ ഒരു സമയം ഇത് കണക്കിലെടുത്തിട്ട് നമ്മൾ കുറച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇനിയും ഒരുപാട് ടോപ്പിക്കുകളായിട്ട് നിങ്ങൾ മുന്നിൽ വരും, വ്യത്യസ്തമായ ടോപ്പിക്കുകളായിട്ട്. ഓക്കെ, ഈ കഴിഞ്ഞ ഇത്രയും നേരം ഈ സെൽഫ് ഡിസിപ്ലിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഹാപ്പിയാണ്, നിങ്ങൾ ഹാപ്പിയാണ് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും കോടാനുകൂടി നന്ദി. ഈ ക്ഷമയോടെ കേൾക്കാൻ നിങ്ങൾ ക്യൂരിയോസിറ്റിയോടുകൂടി ഈ ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഇപ്പൊ എനിക്കാലും വേറൊരാളെ എനിക്ക് ക്ലാസ് എടുത്തിരുമ്പോൾ ഞാൻ അത് ആ ക്യൂരിയോസിറ്റിയോടുകൂടി കേട്ടിരിക്കും. അങ്ങനെയാണല്ലോ, നമ്മളെ കേട്ടിരിക്കുമ്പോഴാണ് നമുക്ക് അവയർനെസ് ഉണ്ടാവുക, അല്ലെ? പരസ്പരം ആരും വലിയൊരു അറിവ്, എല്ലാവരും ഒരേ മാതിരിയാണ്. അതായത് എൻ്റെ അറിവുകളായിരിക്കില്ല നിങ്ങൾക്ക്, അറിവുകൾ പല വിധത്തിലാണ്, വ്യത്യസ്തമായ അറിവുകളാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഉള്ള അറിവാണെങ്കിലും എന്നിരുന്നാലും വേറൊരാൾ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എന്താവും, നമുക്ക് വീണ്ടും കൂടുതൽ അതിനോട് താല്പര്യം വരും, ഒരു അവയർനെസ് നമുക്ക് മനസ്സിൽ ഇങ്ങനെ വരും, അല്ലെ? എനിക്ക് ഇന്ന് മുതൽ ഡിസിപ്ലിൻ ചെയ്യണം, സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് കീപ്പ് ചെയ്യണം, നല്ലൊരു വ്യക്തിയായി മാറണം, നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്താഗതി നമ്മളുടെ മനസ്സിലൊക്കെ വരും. ഇത് പറയുമ്പോൾ ഞാൻ എന്നിലേക്ക് തന്നെ നോക്കുന്നത്, നിങ്ങളോട് മാത്രമല്ല, ഞാൻ എന്നിലേക്ക് നോക്കുന്നേ. എന്റെ ഹാബിറ്റ്സും എനിക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങളിലേക്കും ഞാൻ നോക്കുന്നു. മനസ്സിലായില്ലേ? അല്ല ഞാനിതെല്ലാം തികഞ്ഞിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുക എന്നല്ല അങ്ങനെ പറയുന്നത്. ഞാൻ എൻ്റെ ശീലങ്ങളിലേക്കും ഞാൻ എന്നിലേക്കും തന്നെ നോക്കുന്ന, അതോടുപരി ആ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ പകർന്നു തരുമെന്നാണ്. അപ്പൊ നിങ്ങളും ആ ഒരു അവയർനെസ് നിങ്ങൾക്ക് ശരിക്കും ഗ്രാസ്പ് ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, താങ്ക് യു ആൾ, താങ്ക് യു സോ മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. സാറ് പറഞ്ഞ മാതിരി പിന്നെ ആദ്യം ഇത് എന്താണ് ലക്ഷ്യം, എന്താ അങ്ങനെ എഴുതി വെക്കും, ഗോൾ എന്താന്ന് എഴുതി വെക്കും. പക്ഷെ അതെങ്ങനെ അതിലേക്ക് എത്തണം എന്താണെന്നൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല. ഇപ്പൊ 6 മാസമായി നമ്മൾ FD ചെയ്തിട്ട് അതിന് ശേഷം ഇപ്പൊ സാറ് പറഞ്ഞ മാതിരി ആ ഒരു കൃത്യമായ കിട്ടി. അത് കൊണ്ടുവന്നപ്പോ ഇപ്പൊ നമ്മളെ ലക്ഷ്യങ്ങൾ ഇങ്ങനെ ശരിക്കും അതൊക്കെ മാറ്റി കൃത്യമായിട്ട് ലോങ് ടൈം ഷോർട്ട് ടൈം ആയിട്ട്, പിന്നെ നമ്മളെ ലൈഫില് ആരൊക്കെ വേണം, ഒന്ന് സമ്പത്തിനെ കുറിച്ചിട്ട് നമ്മളെ പിന്നെ ആത്മീയമായിട്ട് എന്തൊക്കെ എല്ലാ സംഭവങ്ങളും വേർതിരിഞ്ഞിപ്പോ അങ്ങനെ മനസ്സിലായിക്കൊണ്ടേയിരിക്കും. സാറ് ക്ലാസ് കിട്ടിയപ്പോ ഒന്നും കൂടി നമുക്ക് അതിനൊരു അവയർനെസ് കൂടി. എന്തായാലും നല്ല ഒരു ക്ലാസ് ആയിരുന്നു. നമ്മളെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് പുറത്തൊരാളെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കുക. അങ്ങനെ സാധിക്കുമ്പോൾ നമ്മൾക്ക് സെൽഫ് ലവ് കൂടും. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ റിസൾട്ട് കിട്ടി തുടങ്ങും. റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ സെൽഫ് ഫോർഗീവ്നെസ്സും ആ സെൽഫിനെ കൃത്യാക്കി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാട് നമ്മളെ പ്രപഞ്ചത്തിലെ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാറ് ക്ലാസ് വലിയൊരു അനുഭവമായിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് ചെയ്ത് പറഞ്ഞോളൂ. സാർ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ, ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ, ചോദിക്കാനുണ്ടോ, സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അല്ല ഗോളുകളെ പറ്റിയിട്ട് നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യണം, എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. ഗോളുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ,
ആവശ്യമുണ്ടെങ്കിൽ അതറിയാത്ത ഒരുപാട് പേരുണ്ട് സാറേ. അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ എന്തായാലും നന്നാവും. കാരണം നമ്മളൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആകെ ടെൻഷൻ ആയിരുന്നു. എന്താ ഇപ്പൊ ഈ ഗോൾ? നമ്മൾ കുറച്ച് കാര്യങ്ങളാണ് എഴുതി വെക്കും. പക്ഷെ അത് ഗോൾ സെറ്റിംഗ് സെപ്പറേറ്റ് അത് ഒരു വൈഡ് ടോപ്പിക് ആണ്. അത് വേറെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗോൾ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ സെറ്റിംഗ് പോലെ വൈകിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പറയാം. നമ്മുടെ ജീവിതത്തില് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ആദ്യം ഒന്ന് മുട്ടിയോ ഞാനൊരു ഒരു ബ്രീഫായിട്ട് നമ്മളെ ലക്ഷ്യം ആദ്യം നമ്മൾ ലക്ഷ്യം എഴുതി വെക്കുന്നതിന് മുന്നേ നമ്മളൊരു 10 ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ഏതൊക്കെ നമ്മൾ ചോയ്സ് ചെയ്യാം. ആ ഒരു 10 നമുക്ക് ആഗ്രഹങ്ങൾ, നമുക്ക് ഒരുപാട് ആഗ്രഹം നമുക്ക് ഒരുമിച്ച് നേടാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു 10 എണ്ണം അതിന്ന് മിനിമൈസ് ചെയ്തിട്ട് അതിന് ചോയ്സ് ചെയ്തിട്ട് 5 എണ്ണം സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഓരോന്ന് ഇങ്ങനെ വിരൽ വെച്ച് നമ്മൾ ഇങ്ങനെ എഴുതിയത് ഇങ്ങനെ വായിച്ചു നോക്കുക. അപ്പൊ നമുക്കൊരു വൈബ്രേഷൻ വരും. നമുക്ക് ഉള്ളിലുള്ള ആള് പറയുന്നത്, നമ്മുടെ ഉള്ളിലുള്ള വ്യക്തി നമുക്ക് പറ്റിയത് ഏതാണ്, നമുക്ക് ടാലന്റ്, നമുക്ക് അതിന് പറ്റിയ ടാലന്റ് ഉണ്ടോ, നമുക്ക് അതിന് സ്കില്ലുണ്ടോ, നമ്മൾ ലക്ഷ്യങ്ങൾക്ക് നമ്മൾ നമുക്ക് അതിന് പഠിക്കാത്തോ അല്ലെ നമുക്ക് അതിന് ഒരു അർഹത ഇല്ലാത്തൊരു അർഹത എന്നല്ല, മീൻസ് ഇത്രയും വലിയൊരു സംഗതി നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു സംഗതി നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു സ്കില്ലുണ്ടോ നമ്മൾ പരിശോധിക്കുക. അതാ പറഞ്ഞ നൗ യുവർ സെൽഫ്. ആദ്യം നിങ്ങളെ തിരിച്ചറിയുക. ഏത് ലക്ഷ്യങ്ങളിലേക്ക് എത്തുമ്പോഴും ലക്ഷ്യങ്ങൾ വേണ്ടത് നമ്മൾ വെറുതെ ഒരു തമാശക്ക് എനിക്കൊരു അത് വേണം കേട്ടോ, നമ്മൾ വലിയ ഏറ്റിയ പൊങ്ങാത്ത ഒരു സംഗതിയൊക്കെ നമ്മൾ ലക്ഷ്യങ്ങളായിട്ട് എഴുതുമ്പോൾ അത് നമുക്ക് പറ്റുന്ന സ്കില്ലാണോ, അതിന് വേണ്ട സ്കില്ല് എനിക്കുണ്ടോ, അതിന് പറ്റുമോ, സ്റ്റേബിൾ ആണോ, ഇനി എന്തൊക്കെ ഞാൻ ചെയ്യേണ്ടത്, ആദ്യം ഒന്ന് വിശകലനം ചെയ്യുക, നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. അപ്പൊ ഈ പറഞ്ഞ സ്റ്റെപ്പ് ഇത്രയും 5, 6 ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുക്കുക. അപ്പൊ ഏതിലാണോ കൂടുതൽ നമുക്ക് വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നത്, അതിൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത്, അതിനെ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ എഴുതിയിട്ട് ഡെയിലി അത് നമ്മൾ നോക്കുക. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വേണ്ട എന്തൊക്കെയാണ് നമ്മൾ സ്മാർട്ട് വർക്കാണോ ഹാർഡ് വർക്കാണോ എന്താണോ നമുക്ക് ചെയ്യേണ്ടത്, ആ പ്രവർത്തനങ്ങളിലേക്ക് കിടക്കുക. മടി കൂടാതെ കിടക്കുക, ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാണ്ട് അവിടെ എഴുതി വെച്ചു, ഞാൻ വളരെ പോസിറ്റീവ് വൈബോട് കൂടി എഴുതി വെച്ച സംഗതിയാണ്, ഗോളാണ്, അത് എന്നിലേക്ക് എത്തിയില്ല എന്ന് പറയുന്നത് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ സെൽഫ് ഡിസിപ്ലിന്റെ ഭാഗമാണ്. നമ്മൾ അതിലേക്ക് എത്താനുള്ള നിരന്തരം പ്രവർത്തനങ്ങൾ ചെയ്യണം. ഡേ ബൈ ഡേ അതിന് പ്ലാനുകൾ നടത്തണം. ഇതൊന്നും നടത്തിയില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ആ ലക്ഷ്യം നമ്മളിലേക്ക് എത്തൂല. 100% ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. അപ്പോ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിരൻ സാർ. ഓക്കെ ഷനോസ് ഭായ്. Okay, thank you all. Thank you so much. Good night. Have a good night. Okay. Thank you.